നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാട്ടുപ്പെട്ടിയിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. വീണ്ടും വഴിയോര കടകൾ തകർത്തു. കഴിഞ്ഞ ദിവസവും ആന മാട്ടുപ്പെട്ടിയിൽ ആക്രമണം നടത്തിയിരുന്നു. പടയപ്പയുടെ ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണം മതപ്പാടാണെന്ന് വനംവകുപ്പ് പറയുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മാട്ടുപ്പെട്ടിയിലെ എക്കോ പോയിന്റിൽ പടയപ്പ എത്തി കട ആക്രമിച്ചിരുന്നു. പുലർച്ചെ 6:30 സംഭവം. ഏറെ നേരം ജനവാസ മേഖലയിൽ പരിഭ്രാന്തി വരുത്തി. ഇതിനുശേഷം RRT സംഘം എത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി ഓടിച്ചെങ്കിലും വീണ്ടും രാത്രി തിരികെ എത്തി. 2 വഴിയോര കടകൾ തകർക്കുകയും ചെയ്തു. കരിക്ക് ഉൾപ്പെടെയുള്ളവ തിന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാറിൽ ടൂറിസ്റ്റുകളുടെ കാറിന് നേരെ പടയപ്പ പാനെടുത്തതും ഏറെ പരിഭ്രാന്തി പടർത്തിയിരുന്നു. ആനയുടെ ആക്രമണത്തിൽ കാർ തകർന്നു. യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ ആളപായം ഉണ്ടായില്ല. കാട്ടിലേക്ക് തുരത്തുന്നതിന് പിന്നാലെ പടയപ്പ തിരികെ വരുന്നത് തുടരുകയാണ്. 1 മാസത്തിനുള്ളിൽ മാത്രമായി ഇത് 6ാം തവണയാണ് മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിരീക്ഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനിടെ ദേവികുളം മിഡിൽ ഡിവിഷനിൽ മറ്റൊരു കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. കടയ്ക്കുള്ളിലെ സാധനങ്ങൾക്കും കേടുപാട് വരുത്തുകയുണ്ടായി.